ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മളിന്ന് 30 ഡേയ്സ് ചാലഞ്ചിലെ ഡേ 12 നമ്മളിന്ന് നിൽക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 12 GK ക്വസ്റ്റ്യൻസ് 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിടൂ. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാരണം GK ക്വസ്റ്റ്യൻസ് ആയത് കാരണം തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ എന്തായാലും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ GK ക്വസ്റ്റ്യൻസ് ഡേ 12 ഏതൊക്കെയാണ് നമ്മുടെ 30 GK ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. നമ്മൾ ഇന്നും ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നത്. അതായത് ഇന്നലത്തെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഡേ 11 നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇന്നലെ ഫസ്റ്റായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ന് ഡേ 12 ആയതുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 12 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാരണം GK ഈ ഇന്ത്യൻ ഹിസ്റ്ററി ആയത് കാരണം തന്നെ നമുക്ക് ഏതൊരു എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കുറച്ച് ഒരു GK ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നലെയും അതേപോലെ 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്നും അതേപോലെ നമ്മുടെ ഈ GK ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ അതായത് ഡേ 12 30 GK ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഏത് ദേശാഭിമാനിയുടെ വാക്കുകളാണ് ഇത്? അതായത് ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. എന്തായിരുന്നു? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ബാലഗംഗാധർ തിലകാണ് ഈ ഒരു കൊട്ടേഷൻസ് പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഏത് ദേശാഭിമാനിയുടെ വാക്കുകളാണ് ഇവ? ആരുടെയാണ്? ബാലഗംഗാധർ തിലകിൻ്റെ വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്? രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്? ആരാണ്? തുളസീദാസാണ് രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ച വ്യക്തി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? അതായത് ഏത് സമരത്തിലാണ് ഇങ്ങനൊരു ആഹ്വാനം ഗാന്ധിജി നടത്തിയത് എന്നാണ് ചോദ്യം. എപ്പോഴാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഇങ്ങനൊരു ആഹ്വാനം ഗാന്ധിജി നടത്തിയത്. എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നുള്ള കൊട്ടേഷൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞത് ആരാണ്? ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഗാന്ധിജിയാണ്. അത് ഏത് സമരത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഏത് സമരത്തിലാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത്. ഓക്കെ, ഈ ഇത്രയും 4 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് വൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സെഷനിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സെഷനിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? അതായത് ഏത് സെഷനിലാണ് നമ്മുടെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1969 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സെഷനിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്?
ഏത് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പാസ്സാക്കിയത് എന്നാണ് ചോദ്യം. ഏത് സമ്മേളനത്തിലാണ്? 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. 6th ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? അതായത് ഇന്ത്യൻ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? പിങ്കാളി വെങ്കയ്യയാണ് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ രൂപകൽപ്പന ചെയ്ത വ്യക്തി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? പിങ്കാളി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പതാക രൂപകൽപ്പന ചെയ്തത്. 7th ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി. ഓക്കെ, ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി. ക്ലിയർ ആയില്ലേ? 8th ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്താണ്? ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? സത്യമേവ ജയതേ എന്നുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഏതാണ്? സത്യമേവ ജയതേ എന്നുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയാലോ? 8 ക്വസ്റ്റ്യൻ വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? INCയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ INCയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? WC ബാനർജിയാണ് INCയുടെ ഫസ്റ്റ് പ്രസിഡന്റ്. 10th ക്വസ്റ്റ്യൻ, സാരേ ജഹാൻ സെ അച്ഛ എന്ന കവിത എഴുതിയത് ആരാണ്? സാരേ ജഹാൻ സെ അച്ഛ എന്ന കവിത എഴുതിയത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാൻ സെ അച്ഛ എന്ന കവിത എഴുതിയ വ്യക്തി. ഓക്കെ, 11th ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? അലഹാബാദാണ് പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. ഓക്കെ, 12th ക്വസ്റ്റ്യൻ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു? സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം. എത്ര തവണയാ? 5 തവണ ഗാന്ധിജി നോബൽ സമ്മാനത്തിന്, അതായത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി 5 തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ 12 ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ, ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം ദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം ഏതാണ്? ബഹ്റിനാണ് ഓഗസ്റ്റ് 15-ന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന വേറൊരു രാജ്യം. ഓക്കെ, 14th ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആര്? സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഓക്കെ, ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ്. ഓക്കെ, 15th ക്വസ്റ്റ്യൻ, ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തി. ഓക്കെ, 16th വൺ, ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ചമ്പാരൻ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം. ഓക്കെ, 16th ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗാന്ധിജി നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ചമ്പാരൻ സമരമാണ് 1917 ചമ്പാരൻ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം. ഓക്കെ, 17th വൺ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതായിരുന്നു?
പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം 18th ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? മഹാത്മാഗാന്ധിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയ വ്യക്തി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? മഹാത്മാഗാന്ധിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയ വ്യക്തി. 19th ക്വസ്റ്റ്യൻ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതാര്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതാര്? ആരാണ്? മഹാത്മാഗാന്ധി തന്നെ അല്ലേ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതാര്? മഹാത്മാഗാന്ധി. 20th ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? കച്ചവടത്തിന് വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത്. 21st ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഓക്കെ, 25th ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ്? അതായത് അമൃത്സർ ഏത് സംസ്ഥാനത്താണ്? അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? അമൃത്സറിലാണ്. അമൃത്സർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബിലാണ് അമൃത്സർ ഉള്ളത്. ഓക്കെ, വാഗൺ ട്രാജഡി നടന്നത് എന്നായിരുന്നു? വാഗൺ ട്രാജഡി 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. ഓക്കെ, ക്ലിയർ? എന്നായിരുന്നു വാഗൺ ട്രാജഡി നടന്നത്? 1921 നവംബർ 10 ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നതാരെല്ലാം? ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ആരെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ആരെല്ലാം? ലാൽ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ്, പാൽ എന്ന് പറയുന്നത് വിപിൻ ചന്ദ്രപാൽ, ബാൽ എന്ന് പറയുന്നത് ബാൽ ഗംഗാധർ തിലക്. ഇവിടെ എല്ലാം ഫസ്റ്റ് ലാൽ പാൽ ബാൽ ഇങ്ങനെയാണ് പറയുന്നത്. ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ആരെല്ലാം? ലാൽ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ്, പാൽ എന്ന് പറയുന്നത് വിപിൻ ചന്ദ്രപാൽ, ബാൽ എന്ന് പറയുന്നത് ബാലഗംഗാധർ തിലകിനെയാണ്. ഓക്കെ, 28th ക്വസ്റ്റ്യൻ. രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്. ഓക്കെ, ജയ് ഹിന്ദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ്. ഓക്കെ, ഇവിടെ എന്തായിരുന്നു? രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസാണ്. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? അതും സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആരെല്ലാം? അല്ലെങ്കിൽ ആരായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശികൾ എന്നാണ് ചോദ്യം. ആരാണ്? പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ വിദേശികൾ. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആരെല്ലാം എന്നാണ് ചോദ്യം. ആരെല്ലാം? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ 12 30 GK ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്.
നമുക്കിനിയും നെക്സ്റ്റ് അടുത്തൊരു ഡേയിൽ അടുത്തൊരു GK 30 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.